2000 വർഷത്തെ മഹിതമായ പാരമ്പര്യം അവകാശപ്പെടുന്ന കത്തോലിക്ക സഭയിൽ ചില കാലഘട്ടങ്ങൾ ഏറെ വെല്ലുവിളി നിറഞ്ഞതായിട്ട് സഭയ്ക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ നൂറ്റാണ്ടുകൾ നമുക്കറിയാവുന്നതുപോലെ സഭാ മർദ്ദനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. AD 325 വരെയുള്ള കാലഘട്ടം മതമർദ്ദകരായ ചക്രവർത്തിമാരുടെ കീഴിൽ കത്തോലിക്ക സഭ ഏറെ ഞെരുക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കത്തോലിക്ക വിശ്വാസികൾ വിശ്വാസത്തിൻ്റെ പേരിൽ നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെടുന്നുമുണ്ട്. സഭയുടെ നാളിതുവരെയുള്ള നാൾ വഴിയിൽ ഇരുണ്ട കാലഘട്ടം അല്ലെങ്കിൽ ഡാർക്ക് ഏജ് എന്നറിയപ്പെട്ട ഒരു കാലഘട്ടം 14-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. സഭയുടെ ആസ്ഥാന കേന്ദ്രം തന്നെ റോമിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് മാറി ഫ്രാൻസിലുള്ള അവിഞ്ഞോണിലേക്ക് പോയ ഒരു കാലഘട്ടം. ഇസ്രായേൽ ജനത്തിനുണ്ടായ ഒരു ബാബിലോൺ പ്രവാസ കാലഘട്ടം പോലെ തന്നെ 67 വർഷക്കാലം കത്തോലിക്ക സഭയുടെ ആസ്ഥാനം റോമിൽ നിന്ന് മാറി ഫ്രാൻസിലുള്ള അവിഞ്ഞോണിലേക്ക് എത്തുകയായിരുന്നു. അന്ന് മാർപ്പാപ്പമാരും റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണ നേതൃത്വങ്ങളിൽ പങ്കുവഹിച്ചിരുന്നു. ഫ്രാൻസിലെ ചക്രവർത്തിമാരും തമ്മിലുണ്ടായ ചില ആശയപരമായിട്ടും ഭരണപരമായിട്ടുമുണ്ടായ ചില പ്രതിസന്ധികളെ തുടർന്ന് അവിഞ്ഞോണിലേക്ക് പാപ്പാസ്ഥാനം മാറ്റപ്പെട്ടു. വീണ്ടും 67 വർഷത്തിന് ശേഷം 5 മാർപ്പാപ്പമാരുടെ കാലഘട്ടത്തിന് ശേഷം റോമിലേക്ക് സഭാഭരണം തിരികെ എത്തിയപ്പോൾ അന്നത്തെ മാർപ്പാപ്പയായിരുന്ന ഗ്രിഗോറിയസ് മാർപ്പാപ്പ 31 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു യുവതിയെ, കന്യകയായൊരു യുവതിയെ റോമിലേക്ക് വിളിച്ചു വരുത്തുകയും അന്നത്തെ കർദിനാൾ സംഘത്തോട് സംസാരിക്കാനും റോമിലേക്ക് മാറ്റി സ്ഥാപിക്കപ്പെട്ട ആ ഒരു പേപ്പസി അത് നിലനിർത്താനുമായിട്ട് ഈ കന്യകയോട് ആവശ്യപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ നാം മനസ്സിലാക്കുന്നുണ്ട്. ആരാണെന്നല്ലേ ഈ കന്യക? അത് വേറെ ആരുമല്ല, ഇറ്റലിയിലെ സിയന്നയിലുള്ള വിശുദ്ധ കത്രീന, സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന്നയാണ്. ഇന്ന് വിശുദ്ധരിലൂടെ വിശുദ്ധിയിലേക്ക് എന്ന ഈ പങ്ക്തിയിൽ സിയന്നയിലെ വിശുദ്ധ കത്രീനായെ നമുക്കൊന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. 1347 സിയന്നയിലെ വിശുദ്ധ കത്രീന ജനിക്കുന്നത്. ജാക്കമോ ദെ ബെനിൻകാസ ലാപ്പ പിയാജെന്തെ എന്ന് പറയുന്ന ദമ്പതികളുടെ 23ാമത്തെ മകളായിട്ടാണ് കാതറിൻ ജനിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുണ്ടാകും. എങ്ങനെ ഈ ദമ്പതികൾ 23 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളർത്തി എന്നുള്ളത്. ആ കുഞ്ഞുങ്ങളിൽ പലരും മരിച്ചു പോയിട്ടുണ്ട്. കാതറിൻ തന്നെ ഇരട്ട കുട്ടികൾ ആയിട്ടാണ് ജനിച്ചത്. ആ ഇരട്ട പിറന്ന തുണ സഹോദരി മരിച്ചു പോയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും 23ാമത്തെ കുഞ്ഞായിട്ടാണ് കാതറിൻ വസ്ത്രവ്യാപാരികളുടെ ഈ ഒരു കുടുംബത്തിൽ വന്ന് പിറക്കുന്നത്. മാതാപിതാക്കൾ വളരെ ഭക്തരായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങളെയും ആത്മീയമായ ശിക്ഷണം കൊടുത്ത് നല്ല പരിശീലനത്തിലൂടെയാണ് അവർ വളർത്തിയിട്ടുള്ളത്. 5 വയസ്സായപ്പോൾ തന്നെ കാതറിൻ പ്രാർത്ഥനകളെല്ലാം ചൊല്ലാൻ പഠിച്ചിരുന്നു എന്നാണ് അവർ പറയുക. 6ാമത്തെ വയസ്സിൽ വിശുദ്ധ കാതറിന് ഒരു ദൈവിക ദർശനമുണ്ടായി എന്നും അവൾ ദൈവത്തിൻ്റെ സ്വന്തം മകളായിട്ട് ജീവിക്കാനുള്ള
ഒരു വലിയ ആഗ്രഹം അന്നു മുതൽ അവൾ പ്രകടിപ്പിച്ചതായിട്ടും ജീവചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അന്ന് ശൈശവ വിവാഹങ്ങൾ നടക്കുന്നൊരു കാലഘട്ടമാണ് 14-ാം നൂറ്റാണ്ടിൽ. 12 വയസ്സായപ്പോഴേക്കും മാതാപിതാക്കൾ കാതറിന് വിവാഹ ആലോചനയുമായി വന്നപ്പോൾ സ്വർഗീയ മണവാളനായ ക്രിസ്തുവിനെ താൻ വരിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് വിവാഹത്തിൽ നിന്നെല്ലാം വിട്ടുനിൽക്കാനായിട്ട് കാതറിൻ പരിശ്രമിക്കുകയായിരുന്നു. അതിനുവേണ്ടി തന്നെ അഴകാർന്ന അവളുടെ മുടി മുറിച്ചു മാറ്റുകയും വിരൂപയാകപ്പെട്ട രീതിയിൽ കാണപ്പെടാനായിട്ട് അവൾ ആഗ്രഹിക്കുകയും ചെയ്തവളായിരുന്നു. തുടർന്ന് മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു സന്യാസിനിയെ പോലെ ജീവിക്കാൻ കാതറിൻ തീരുമാനമെടുക്കുകയായിരുന്നു. അത് അന്ന് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഒരു തീരുമാനമായിരുന്നു. ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ അവരവരുടേതായിട്ടുള്ള കളികളിലും ഉല്ലാസങ്ങളിലും വിനോദങ്ങളിലുമൊക്കെ ഏർപ്പെടുമ്പോൾ കാതറിൻ ആരോടും സംസാരിക്കാതെ തൻ്റെ നിത്യമണവാളനായ ക്രിസ്തുവിനോടുള്ള ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് ആ ഭവനത്തിൽ ഒരു മുറിയിൽ തന്നെ വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം. പിന്നീട് കാതറിൻ തന്നെ പറയുന്നുണ്ട്, നിത്യ മണവാളനായ യേശുവിനെ അവൾ ഒരു മിസ്റ്റിക്കൽ മാരേജ്, ഒരു യോഗാത്മ വിവാഹം വരിക്കുന്നതായിട്ടുള്ളൊരു ദർശനം 19-ാമത്തെ വയസ്സിൽ അവൾക്ക് ലഭിക്കുന്നുണ്ട്. അതിനുശേഷമാണ് കാതറിൻ സിയന്നായിലെ തൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങിയത്. ആ കാലഘട്ടത്തിൽ യൂറോപ്പിൽ ഒരു ബ്ലാക്ക് ഡെത്ത്, പ്ലേഗ് വളരെ ശക്തമായ രീതിയിൽ ഉണ്ടായ ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. പ്ലേഗ് രോഗത്തിന് അടിമകളായ മനുഷ്യരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ട് പലരും വൈമനസ്യം കാണിച്ചപ്പോൾ കാതറിൻ ധൈര്യപൂർവം മരണകരമായ ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന രോഗികളുടെ അടുക്കൽ പോയി അവർക്ക് ആവശ്യമായ ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കൂടാതെ മരണത്തിന് വിധിക്കപ്പെട്ട കുറ്റവാളികളുടെ ഇടയിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനം, എനിക്ക് തോന്നുന്നത് ഈ ജയിൽ മിനിസ്ട്രിയൊക്കെ ഏറ്റവും ശക്തമായ രീതിയിൽ ആരംഭിക്കാൻ ആ കാലഘട്ടത്തിൽ കാതറിനെ പോലെയുള്ള ഒരു പെൺകുട്ടി, ഒരു യുവതി ധീരമായി മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളത് ഇന്ന് ചിന്തിക്കുമ്പോൾ നമ്മയൊക്കെ ഏറെ അതിശയിപ്പിക്കുന്നൊരു കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള കുറ്റവാളികളുടെ മാനസാന്തരത്തിനായിട്ട് പ്രവർത്തിക്കുക, അങ്ങനെയുള്ളൊരു ആക്റ്റീവ് മിനിസ്ട്രിയിലേക്ക് 19-ാമത്തെ വയസ്സിന് ശേഷം കാതറിൻ ഇറങ്ങി വരികയായിരുന്നു. കാതറിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവം, ഒരു സന്യാസിനി സമൂഹത്തിലെ ഒരു സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്നതിന് ശേഷം അവർ വ്രണങ്ങളൊക്കെ പഴുത്ത് വല്ലാത്തൊരു ദുർഗന്ധം വമിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ആരും തന്നെ അവരെ ശുശ്രൂഷിക്കാൻ തയ്യാറാകാതിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ എല്ലാ ദിവസവും കാതറിൻ ഈ സന്യാസ ഭവനത്തിൽ ചെന്ന് ആൻഡ്രയെ ശുശ്രൂഷിക്കുമായിരുന്നു. വ്രണങ്ങളൊക്കെ പരിപാലിച്ച് മരുന്നും ലേപനവും ഒക്കെ നൽകി സന്തോഷത്തോടുകൂടെ അവളോട് സംസാരിച്ച് ആത്മവിശ്വാസത്തോടുകൂടെ ജീവിക്കാനായിട്ട് അവൾക്ക് കരുത്ത് പകരാൻ കാതറിൻ എന്നും മുന്നോട്ട് വരുമായിരുന്നു. കാതറിൻ്റെ ആ ഒരു പരിപാലനയിൽ ക്യാൻസർ രോഗബാധിതയായ ആൻഡ്രയ സൗഖ്യം പ്രാപിച്ചപ്പോൾ ആൻഡ്രയയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുക്കാൻ തുടങ്ങി. കാതറിൻ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞാൽ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നു. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആരോടും പറയുന്നുമില്ല. അവൾ അവളുടെ ഭവനത്തിലേക്ക് തിരികെ പോകുന്നു. ആൻഡ്രിയയുടെ മനസ്സിലുണ്ടായ ചില സംശയങ്ങൾ ഇത്രയും സൗന്ദര്യവതിയായ യുവതിയായ ഈ കാതറിൻ വേറെ ഏതോ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ട് വേറെ ഏതോ സൗഹൃദങ്ങളുടെ പുറകെ ആയിരിക്കാം പോകുന്നതെന്ന് അവൾ തെറ്റായിട്ട്
ആ ഒരു തിടുക്കത്തെ വ്യാഖ്യാനിച്ചു. അവളതങ്ങനെ വ്യാഖ്യാനിച്ചു എന്ന് മാത്രമല്ല, അത് പലരോടും അവൾ പങ്കുവെച്ചു. അങ്ങനെ പങ്കുവെച്ചത് കാതറിൻ്റെ അമ്മയായ ലാപ്പായുടെ ചെവിയിലുമെത്തി. അവസാനം ഈ അമ്മ മകളോട് പറഞ്ഞു, മോളെ, നിന്നെക്കുറിച്ച് ഇത്രയും അപകീർത്തികരമായ രീതിയിൽ ആ സ്ത്രീ സംസാരിച്ചിട്ടും വീണ്ടും നീ അവളെ ശുശ്രൂഷിക്കാൻ പോവുകയോ കാണുവാൻ പോവുകയോ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് നീ ഇനി അവളെ ശുശ്രൂഷിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നീ എൻ്റെ മകളല്ല, എന്നെ നീ അമ്മ എന്ന് വിളിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ അമ്മയോട് കാതറിൻ പറഞ്ഞു, മനുഷ്യരുടെ നന്ദികേട് നിമിത്തം ദൈവത്തിന് പാപികളുടെ നേരെയുള്ള കരുണ പിൻവലിക്കണമെന്നാണോ അമ്മ പറയുന്നത്? എത്രയോ സുന്ദരമായ രീതിയിലാണ് ദൈവത്തിൻ്റെ കരുണയുടെ ആ ഒരു സാക്ഷ്യമായി കാതറിൻ ജീവിച്ചത്. അതുകൊണ്ടാണ് കാതറിൻ പറഞ്ഞത്, കുരിശിൽ കിടന്ന് ശത്രുക്കളോട് പോലും ആത്മാർത്ഥമായിട്ട് ക്ഷമിച്ച ക്രിസ്തുവിനെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ നാഥനെ മാനസ വരിച്ച എനിക്ക് അന്ത്രയായോട് ക്ഷമിക്കാൻ യാതൊരു പ്രയാസവുമില്ല. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അന്ത്രയ അവളുടെ കുറ്റമേറ്റു പറഞ്ഞ് ആ ഒരു സൗഹൃദത്തിലേക്ക് കാതറിനെ വീണ്ടും തിരികെ കൊണ്ടുവരുന്നുണ്ട്. പ്രിയമുള്ളവരെ, കാതറിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളും അവൾ നൽകുന്ന സാക്ഷ്യങ്ങളുമൊക്കെ പല രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടപ്പോൾ 1374 ഡൊമിനിക്കൻ സന്യാസ സഭയുടെ സുപ്പീരിയർ ജനറൽ ഫ്ലോറൻസിലേക്ക് കാതറിനെ വരുത്തി പ്രത്യേകമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. അവൾ ചെയ്യുന്ന കാര്യങ്ങൾ സഭയുടെ നിയതമായ ചട്ടക്കൂടുകൾക്ക് എതിരാണെന്നും ആ പ്രവർത്തനങ്ങൾക്കൊരു മാറ്റം വരുത്തണമെന്നൊക്കെ അവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ താൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കാതറിൻ വെളിപ്പെടുത്തിയപ്പോൾ അന്നത്തെ സുപ്പീരിയർ ജനറൽ അവളുടെ പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നുമുണ്ട്. മാർപ്പാപ്പന്മാരുടെ ആ കാലഘട്ടത്തിൽ സഭ നേരിട്ട ആ ഒരു വലിയ പ്രതിസന്ധിയെ തൻ്റേതായ സാക്ഷ്യത്തിലൂടെ തിരികെ കൊണ്ടുവരാനും സഭയെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും കാതറിൻ പരിശ്രമിക്കുന്നുണ്ട്. ദൈവപരിപാലനയുടെ സംവാദം എന്ന പേരിൽ കാതറിൻ എഴുതിയ ഒരു പുസ്തകം തന്നെയുണ്ട്, ദൈവപരിപാലനയുടെ സംവാദം. പാശ്ചാത്യ ശീഷ്മ സഭയ്ക്കുണ്ടായ ആ ഒരു വലിയൊരു പ്രതിസന്ധി, അതിനെ മറികടക്കാൻ ഊർബൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ പ്രത്യേകമായ രീതിയിൽ കാതറിൻ ഇടപെടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് കാതറിൻ്റെ ജീവിതം തപസ്സിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പ്രാർത്ഥനയുടേതും മാത്രമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. 33-ാമത്തെ വയസ്സിലാണ് രോഗാതുരമായി തീർന്ന ആ ഒരു ജീവിതം ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നത്. റോമിൽ വെച്ച് 1380 ഏപ്രിൽ 29-ാം തീയതി കാതറിൻ മരിക്കുമ്പോൾ സിയന്നായിലുള്ളവർ ആഗ്രഹിച്ചത് കാതറിൻ്റെ ഭൗതിക ശരീരം സിയന്നായിൽ കൊണ്ടുപോയി സംസ്കരിക്കണമെന്നായിരുന്നു. എന്നാൽ റോമിലുള്ളവർ ആ മൃതശരീരം റോമിൽ തന്നെ സംസ്കരിക്കാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ ബസിലിക്ക ഓഫ് സെയിൻറ്റ് മേരി ഓഫ് മിനർവ, ആ ദേവാലയത്തിൽ കാതറിൻ്റെ മൃതശരീരം അടക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ സിയന്നായിൽ നിന്നുള്ള ഭക്തർ ആരുമറിയാതെ കാതറിൻ്റെ ശിരസ് അറുത്തുമാറ്റി അത് ഇവിടെ നിന്ന് സിയന്നായിലേക്ക്, റോമിൽ നിന്ന് സിയന്നായിലേക്ക് കൊണ്ടുപോകുന്ന വഴി നഗരപാലകർ ഇവരുടെ യാത്ര തടഞ്ഞ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഭാണ്ഡം പരിശോധിച്ചപ്പോൾ കാതറിൻ്റെ ശിരസിന് പകരം
അതിൽ മുഴുവൻ റോസാ പുഷ്പങ്ങളെയാണ് നഗരപാലകർക്ക് കാണാൻ കഴിഞ്ഞത്. അങ്ങനെയാണ് കാതറിൻ്റെ ശിരസ് സിയന്നായിലെ കത്തീഡ്രലിൽ അടക്കം ചെയ്യാനായിട്ടിടയായത്. എന്നാൽ ഭൗതിക ശരീരം ശിരസ്സൊഴികെ എല്ലാം റോമിലെ ബസിലിക്കായിലും അടക്കം ചെയ്തതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ആയിരത്തി 461 പയസ് രണ്ടാമൻ മാർപ്പാപ്പയാണ് സിയന്നായിലെ വിശുദ്ധ കത്രീനായെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. 33 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച കാതറിൻ തൻ്റെ ജീവിതകാലം കൊണ്ട് യേശുവിന് ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യാൻ ഏറെ ത്യാഗപൂർവം പരിശ്രമിച്ച ഒരു യഥാർത്ഥ പ്രേക്ഷിതയായിരുന്നുവെന്ന് ഈ വിശുദ്ധ പദ പ്രഖ്യാപനത്തിലൂടെ മാർപ്പാപ്പ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയുകയായിരുന്നു. ഏപ്രിൽ 29 കാതറിൻ ദിവംഗതയായതെങ്കിലും ആദ്യകാലങ്ങളിൽ വിശുദ്ധ കാതറിൻ്റെ തിരുനാളായിട്ട് ആചരിച്ചിരുന്നത് ഏപ്രിൽ 30 പിന്നീട് സഭ കാതറിൻ്റെ തിരുനാൾ ഏപ്രിൽ 29 തന്നെയായി നിജപ്പെടുത്തുകയായിരുന്നു. കാതറിൻ്റെ പ്രതീകമായിട്ട് ആ ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് ഡൊമിനിക്കൻ സഭാ വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു കാതറിനെയാണ് എപ്പോഴും നമ്മൾ കാണാറുള്ളത്. ലില്ലി പുഷ്പങ്ങൾ ആ കരങ്ങളിൽ വഹിക്കുന്നതായിട്ടും റോസാ പുഷ്പങ്ങളുടെ കിരീടമുള്ളതായിട്ടും മുൾക്കിരീടം ധരിച്ചതായിട്ടും ഒരു തലയോട്ടി കയ്യിൽ പിടിച്ചതായിട്ടൊക്കെയുള്ള പ്രതീകങ്ങൾ കൂടി വിശുദ്ധ കാതറിൻ്റെ ചിത്രത്തോട് ചേർത്ത് വയ്ക്കാറുണ്ട്. ഈ നശ്വരമായ ജീവിതത്തെ അനശ്വരതയിലേക്ക് എത്തിക്കാൻ തൻ്റെ പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ധ്യാന ജീവിതത്തിലൂടെയും കാതറിൻ പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ഈ പ്രതീകങ്ങളൊക്കെ വെളിപ്പെടുത്തുക. കൂടുതൽ സമയം നിശബ്ദയായി ഇരിക്കാനാണ് കാതറിൻ ഇഷ്ടപ്പെട്ടിരുന്നത്. ദിവസങ്ങളോളം ആരോടും സംസാരിക്കാതെ ദിവ്യനാഥനോടൊത്തുള്ള സംഭാഷണത്തിലൂടെ കടന്നു പോയതായിട്ട് നാം മനസ്സിലാക്കുന്നുണ്ട്. കാതറിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായിട്ട് ഫയർഫോഴ്സ് ജീവനക്കാർ, തീപിടുത്തമുണ്ടായാൽ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നവരുടെ മധ്യസ്ഥയായിട്ടും ശാരീരിക രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കുള്ള ഒരാശ്രയമായിട്ടും പ്രലോഭനങ്ങൾക്ക് വിധേയപ്പെടുന്നവർക്ക് ആശ്രയിക്കാവുന്ന ഒരു ശക്തി കേന്ദ്രമായിട്ടൊക്കെ നമ്മൾ പറയാറുണ്ട്. കാതറിന് യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് കാതറിനോട് ചോദിച്ചതായിട്ട് കാതറിൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നീ ആരാണെന്ന് നിനക്കറിയാമോ? വീണ്ടും ആ ക്രിസ്തു തന്നെ അവളോട് ചോദിച്ചതായിട്ട് അവൾ പറയുന്നുണ്ട്, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? 2 ചോദ്യങ്ങൾ ക്രിസ്തു അവളോട് ചോദിച്ചതായിട്ട് കാതറിൻ വെളിപ്പെടുത്തിയത്. ഒന്ന്, അവൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് അവൾക്കറിയാമോ? ഞാൻ ആരാണെന്നാണ് നീ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രിയമുള്ളവരെ, ഈ വിശുദ്ധയെ അറിയാൻ നാം ശ്രമിക്കുമ്പോൾ ഈ 2 ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്കൊന്ന് മുഴക്കി നോക്കാം. ഹൂ ആർ യു? നീ ആരാണ്? നിനക്കറിയാമോ നീ ആരാണ് എന്നുള്ളത്? നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചിന്തിച്ചു പോകും, നമ്മളൊക്കെ എന്തോ വലിയ സംഭവമാണെന്നോ വലിയ ആരോ ആണെന്നോ ദീർഘകാലം ഈ ഭൂമിയിൽ ജീവിക്കാനായി അയക്കപ്പെട്ടിരിക്കുന്ന ആളാണെന്നൊക്കെയുള്ള ചിന്തകളൊക്കെ നമുക്കുണ്ടാകാം. പക്ഷെ ഒന്ന് ഓർക്കുക, ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ, ദൈവം എന്നെ സൃഷ്ടിക്കുമ്പോൾ ഈ ദൈവികമായ ഒരു പദ്ധതി എന്നിലൂടെ പൂർത്തിയാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ജെറമിയ പ്രവാചകനിലൂടെ അവിടുന്ന് പറയുന്നത് പോലെ, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ജെറമിയ 29:11. അപ്പോൾ നീ ആരാണെന്ന് നീ ഒന്ന് ചിന്തിക്കണം. ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ആരാണ്? ഒരു നിസ്സാരനാണ്, ഞാൻ ആരുമല്ല. ദൈവം എന്നെ സൃഷ്ടിച്ചപ്പോൾ ദൈവികമായ ദൗത്യങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടി ദൈവം എന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നു. 2ാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? കർത്താവ് തൻ്റെ പരസ്യജീവിത കാലഘട്ടത്തിൽ
അപ്പസ്തോലന്മാരോട് ചോദിക്കുന്ന ചോദ്യം തന്നെയാണത്. പത്രോസും കൂട്ടരും യേശുവിൻ്റെ കൂടെ നടന്ന് 3 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ശിഷ്യന്മാർക്ക് തന്നെക്കുറിച്ച് എന്തറിയാമെന്നറിയാനുള്ള ഒരു പരീക്ഷണം, ഒരു ചോദ്യ പരീക്ഷ ക്രിസ്തു നടത്തുന്നതാണ്. ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം നമുക്കും കൊടുക്കാൻ കഴിയണം. ഞാൻ ആരാണെന്ന് ആണ് നീ പറയുന്നത്? നീ എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? രക്ഷകനും നാഥനുമായ ക്രിസ്തുവിനെ മനസ്സിലാക്കാനുള്ള ശ്രമം നാം നടത്തുന്നുണ്ടെങ്കിൽ വിശുദ്ധ കാതറിൻ അതിന് നമ്മെ സഹായിക്കും. കാതറിൻ ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞപ്പോൾ ആ ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെ സർവസ്വമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ക്രിസ്തു അല്ലാതെ വേറൊരു ജീവിതമില്ല എന്നുള്ളത് തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്താൻ മുന്നിട്ടിറങ്ങിയ വിശുദ്ധയായിരുന്നു വിശുദ്ധ കാതറിൻ. അതുകൊണ്ടാണ് 1970 വിശുദ്ധ കാതറിനെ സഭയുടെ വേദപാരംഗതയായിട്ട് ഡോക്ടർ ഓഫ് ദ ചേർച്ച് ആയി സഭ പ്രഖ്യാപിച്ചത്. പോളാറാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടത്തിൽ സഭയിലെ വിശുദ്ധരുടെ പട്ടികയിൽ വേദപാരംഗതയായിട്ട് ഡോക്ടർ ഓഫ് ദി ചേർച്ചായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ചുരുക്കം വിശുദ്ധരിൽ 33 വയസ്സ് വരെ മാത്രം ജീവിച്ച, വലിയ ദൈവശാസ്ത്രമൊന്നും പഠിച്ചതായിട്ട് നാം മനസ്സിലാക്കാത്ത വിശുദ്ധ കാതറിനെ സഭ തിരഞ്ഞെടുത്തു എന്നുള്ളത് അവളുടെ വിശുദ്ധിയും വിജ്ഞാനവും സമ്യക്കായി സമ്മേളിച്ചതിൻ്റെ ഒരു പ്രത്യക്ഷ അടയാളം തന്നെയായിരുന്നു. പിന്നീട് 1999 സിയന്നായിലെ വിശുദ്ധ കത്രീനായെ യൂറോപ്പിൻ്റെ മുഴുവൻ പേട്രൺ സെയിൻ്റായിട്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയോടൊപ്പം സഭ പ്രഖ്യാപിച്ചത്. പ്രിയമുള്ളവരെ, സിയന്നായിലെ വിശുദ്ധ കത്രീന, സെയിൻറ്റ് കാതറിൻ ഓഫ് സിയന്ന നമുക്ക് വലിയ ഒരു മാതൃകയും പ്രചോദനവുമാണ്. വർഷങ്ങൾക്ക് മുൻപ് ഞാൻ സിയന്നായിൽ കത്രീനായുടെ ഭവനത്തിലും ഭൗതിക ശിരസ് അടക്കം ചെയ്ത ബസിലിക്കായാലും പോയത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പീസായുടെ അടുത്താണ് സിയന്ന. പീസായിലെ ചെരിഞ്ഞ ഗോപുരം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിനടുത്ത്. ഇന്നും ആ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ പരിമളം നമുക്കും അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ആ വിശുദ്ധിയുടെ പരിമളം ഇന്ന് നമ്മെയും പ്രചോദിപ്പിക്കട്ടെ. നാം നടക്കുന്ന വഴിയിൽ നിന്ന് മാറി ദൈവം കാണിച്ചു തരുന്ന വിശുദ്ധിയുടെ മാർഗത്തിലൂടെ പിഞ്ചെല്ലാൻ വിശുദ്ധ കാതറിൻ്റെ മാതൃക നമ്മെ ഏവരെയും പ്രചോദിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും ഈ വിശുദ്ധയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.